പുലർച്ചെ 5 മണി. ശാന്തസുന്ദരമായ വടകര ടൗൺ. എടോടിയിലൂടെ ഞങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നത് വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ. ദിശയെ കാസർഗോഡേക്ക് യാത്രയാക്കി. ദിശ കാസർഗോഡ് പോകുന്ന ദിവസം വീട്ടിലെ എല്ലാ ജോലിയും എന്റെ തലയിലാണ്. ലഞ്ചിന്റെ കൂടെ മുട്ട ഓംലെറ്റ് വേണം എന്ന് പറഞ്ഞ് കരയുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയാൽ അപാര ടേസ്റ്റ് ആണ് എന്നാണ് കുട്ടികൾ എപ്പോഴും പറയാറുള്ളത്. പക്ഷെ ഉണ്ടാക്കുന്നത് വളരെ ചുരുക്കമാണെന്ന് മാത്രം. ഓടിച്ചെന്ന് കമലമ്മയുടെ കറിവേപ്പില പറിച്ച് ഓംലെറ്റിന്റെ കൂടെ ചേർത്തു. സ്വാദിഷ്ടമായ മുട്ട ഓംലെറ്റ് റെഡി. പക്ഷെ ഇതൊക്കെ മറിച്ചിടാനാണ് പാട്. ഓംലെറ്റ് റെഡിയാകുമ്പോഴേക്കും കുട്ടികൾ ചോറൊക്കെ വിളമ്പി റെഡിയായി ഇരിക്കുകയായിരുന്നു. കമലമ്മ ഉണ്ടാക്കിയ പിലുമ്പി അച്ചാറും അവിടെ ഉണ്ടായിരുന്നു. കൂടെ നല്ല നാടൻ മോരും കൂടി ചേർത്തപ്പോൾ ലഞ്ച് കുശാൽ. അപ്പോഴാണ് ബിലാൽ എന്നോട് പറഞ്ഞത്, പപ്പ ഇതുപോലെ വാരി വലിച്ചു കഴിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലും മറ്റും ട്രെൻഡാണെന്ന്, അതുകൊണ്ട് എന്നോട് വാരി വലിച്ചു കഴിച്ചോളാൻ. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയേ വിടരുന്നേതോ ഋതുഭാവങ്ങൾ എന്ന പാട്ടും ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്താൽ വീഡിയോ വൈറൽ ആണെന്ന് ബിലാൽ ഉറപ്പിച്ചു പറയുന്നു. അപ്പോഴാണ് കമലമ്മയുടെ മുളകിൻ തോട്ടത്തിൽ നിന്നും പച്ചമുളകുകൾ പറിച്ച് എന്റെ അടുത്തേക്ക് വന്നത്. കമലമ്മയുടെ ഒരു മുളകിൻ തൈയിൽ നിന്നും പറിച്ച മുളകുകളാണ് ഇത് എന്ന് പ്രത്യേകം പറയാൻ കമലമ്മ എന്നോട് നിർദ്ദേശിച്ചു. കിട്ടിയ മുളക് ഞങ്ങളുടെ 2 അടുക്കളയിലേക്കും വീതം വെച്ചു.